എല്ലാവർക്കും നമസ്കാരം. മലയാളം അറിയാമെന്ന് അറിയില്ല എല്ലാവർക്കും. തമിഴ് ഫ്ലുവൻ്റായിട്ട് പറയാനായിട്ട് അറിയില്ല. റൈറ്റിംഗ് റീഡിംഗ് എല്ലാം ഓക്കെ, പക്ഷെ നമുക്ക് സംസാരിക്കാനായിട്ട് അറിയാത്തതല്ല. മലയാളം അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നീന മാമിന് സ്പെഷ്യൽ താങ്ക്സ്. ഈ വുമൻസ് ഡേയിൽ ഈ ധന്യമായ മുഹൂർത്തത്തിൽ എന്നെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നീന മാമിന് നന്ദി അറിയുന്നു കേട്ടോ. പിന്നെ നമ്മളെ ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫാമിലി ജ്ഞാനശേഖരൻ മോളുണ്ട്. മോള് ഇപ്പൊ UKG പഠിക്കുന്നു. മോന് സ്പെഷ്യൽ ചൈൽഡാണ്. അഭിനവ് കൃഷ്ണ എന്ന പേര്. ഇപ്പൊ 14 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാന് സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടു കൺസീവ് ആയിരുന്ന സമയത്തേക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ 2 മാസമായപ്പോ കൺസീവ് ആയി കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാ അമ്മമാർക്കും എന്താ പറയാ, കൺസീവ് ആയിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഡ്രീം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ അല്ലെ. നമ്മൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞ് എങ്ങനത്തെ കുഞ്ഞായിരിക്കും, നമ്മൾ ആ കുഞ്ഞിനെ കുറിച്ച് കുറെ സ്വപ്നങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. മദേഴ്സിന് അറിയാലോ എന്ത് സംഭവം. അപ്പൊ അതുപോലെ നമ്മളും അതുപോലെ കുറെയൊക്കെ മനസ്സിലിങ്ങനെ നമ്മുടെ കുഞ്ഞിങ്ങനെ ആണും പെണ്ണും അതൊരു വിഷയമല്ല. നമുക്ക് നല്ല ആരോഗ്യത്തോടെ കുഞ്ഞുണ്ടാവണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെയായി. പിന്നെ മോനുണ്ടായി ഒരു 1 മന്തൊക്കെ ആയപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ മോനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയാണെന്ന് പറയാൻ കഴിയില്ല. അത്ര നല്ല കൂട്ടായിട്ടുണ്ടാകും കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഉള്ളിൽ എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു നമ്മുടെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ കോഴിങ് ഒക്കെ വരുമല്ലോ എല്ലാ കുട്ടികൾക്കും. അപ്പൊ മോന് അതുപോലെ 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നെറ്റ് കോളിങ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ തന്നെ ഒരു ടെൻഷൻ. എനിക്ക് ഒരു 20 days